സംസ്ഥാനത്ത് വീണ്ടും ലഹരി മാഫിയ തലപൊക്കുന്നു. കൊച്ചിയിൽ 2 ദിവസത്തിനിടയിൽ പിടികൂടിയത് 1 കിലോ MDMA. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് 3 കിലോ MDMA ഒരു മാസം എത്തിക്കാറുണ്ടെന്നാണ് പിടിയിലായ പ്രതിയുടെ മൊഴി. പത്തനംതിട്ടയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി DYFI പ്രവർത്തകനാണ് പിടിയിലായത്. കേരളത്തിൽ വീണ്ടും ലഹരി മാഫിയകൾ തലപൊക്കാനുള്ള കാരണമെന്താണ്? ഓപ്പറേഷൻ ഡി ഹണ്ട് നിലച്ചോ? ലഹരി പരിശോധനകൾ ഇങ്ങനെ മതിയോ? 2026 തുടങ്ങിയിട്ട് 25 ദിവസം മാത്രം സംസ്ഥാനത്ത് പിടികൂടിയ ലഹരി കേസുകളുടെ എണ്ണം 10 ഇരട്ടി. MDMA, ഹൈബ്രിഡ് കഞ്ചാവ്, സ്റ്റാമ്പ്, LSD എല്ലാം വീണ്ടും വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് ലഹരി സംഘങ്ങൾ. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ കൊച്ചിയിൽ പിടികൂടിയത് 1 കിലോ MDMA. 750 ഗ്രാം MDMAയുമായി പിടികൂടിയ അർജുൻ വി നാഥ് പോലീസിനോട് വെളിപ്പെടുത്തിയത് നടുക്കുന്ന ലഹരിക്കടത്തിന്റെ കാര്യങ്ങൾ. അർജുന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: 750 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് ഡാൻസ് ഓഫ് പിടികൂടിയത്. ബാങ്ക് ഇൻഷുറൻസ് ജീവനക്കാരനാണ്. ഒരു മാസം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് 3 കിലോ MDMA എന്ന പ്രതിയുടെ മൊഴി. വാട്ടർ ഹീറ്ററിൽ ഒളിപ്പിച്ചാണ് MDMA കടത്ത്. പത്തനംതിട്ടയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി DYFI പ്രവർത്തകർ ഉൾപ്പെടെ 2 പേർ പിടിയിലായി. സഞ്ജു മനോജ്, മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. കളമശ്ശേരിയിൽ MDMAയുമായി 4 പേരെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ട് വീണ്ടും ശക്തമാക്കണം. ബോധവൽക്കരണവും ആവശ്യമാണ്. അല്ലെങ്കിൽ കേരള യുവത്വം വീണ്ടും ലഹരിയുടെ പിടിയിൽ അമരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.